ഞാൻ സംസാരിക്കുന്നത് 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളോടാണ്. അതായത് ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് യുവതികളാണെന്ന് വിചാരിച്ചിരിക്കുകയും എന്നാൽ ശരീരം നിങ്ങൾക്ക് ആ ഒരു പിടിച്ചടത്ത് കിട്ടാത്തൊരവസ്ഥയിൽ ഇരിക്കുകയായിരിക്കും. അതായത് പ്രസവമൊക്കെ കഴിഞ്ഞു, മെൻസസ് നിന്നിട്ടില്ല, പക്ഷേ ചില മാസങ്ങളിൽ മെൻസസ് ഭയങ്കര ഹെവി ആയിട്ട് വരികയും ചില മാസങ്ങളിൽ വരുന്നില്ല. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് വളരെ ഇങ്ങനെ സ്പോട്ടിങ് രൂപത്തിലുള്ള രീതിയിൽ ഒരു 5-8 ദിവസമൊക്കെ മെൻസസ് കാണുന്നൊരവസ്ഥ ഈ രീതിയിൽ ഇരിക്കുകയായിരിക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ ശരീരത്തിൽ ഭയങ്കര ചൂടും പുകച്ചിലും എടുക്കുന്നൊരവസ്ഥ, ഭയങ്കര തലയിൽ ഭയങ്കര ചൂട്, മുഖത്ത് ഭയങ്കര ചൂട്, ശരീരം മൊത്തം ഒരു ചൂട്, വിയർക്കുക, പുറത്ത് മഞ്ഞും മഴയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, ഒരു ഫാനിൻ്റെ ചോട്ടിൽ എപ്പോഴും ഇരുന്നാൽ മതി, അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നാൽ മതി എന്നുള്ളൊരവസ്ഥയിൽ മനസ്സ് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതേപോലെ തന്നെ ആവശ്യമില്ലാതെ ദേഷ്യം വരിക, ഭർത്താവിനോടും കുട്ടികളോടൊക്കെ ദേഷ്യപ്പെടുക, ആവശ്യമില്ലാതെ സങ്കടം വരിക. എന്നാൽ ഇതൊന്നും ആരോടും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല, എന്താണ് മനസ്സിൻ്റെ ഉള്ളിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതേപോലെ മറവി, ഉറക്കക്കുറവ്, ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളിലൂടെ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പൊതുവെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഓടിച്ചാടി അടുക്കളയ്ക്ക് പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്കിപ്പം രാവിലെ എണീറ്റ് കുറച്ച് നേരം കട്ടിലൊക്കെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടേ പോകാൻ പറ്റുന്നുള്ളൂ. അതേപോലെ തന്നെ രാവിലെ ഒരു 5 മണി മുതൽ ഉച്ച വരെ അടുക്കളയിൽ എടുത്തുകൊണ്ടിരുന്ന നിങ്ങൾക്കിപ്പം ഒരു രാവിലെ ഒന്ന് ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഇരിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് കിടക്കണം, പിന്നെ ഉച്ചഭക്ഷണം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ പിന്നെ ക്ഷീണം. ഈ ഒരു രീതിയിൽ റെസ്റ്റ് എടുത്ത് ജോലി ചെയ്യേണ്ട അവസ്ഥ, ശരീരം അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള വേദന, ഉറക്കക്കുറവ്, അതേപോലെ തന്നെ സെക്ഷലി ഉള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ലൈംഗികതയിൽ തീരെ താല്പര്യമില്ലാത്ത അവസ്ഥ, അതേപോലെ ഈ ഒരു മൂത്ര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, അതായത് മൂത്രം മുഴുവനും പോവാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ട്, ഈ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് ടിപ്സ്, ചികിത്സാ രീതി, ഭക്ഷണ രീതി, ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഡോക്ടർ ടിനു എസ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ രീതിയിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ചേഞ്ചസ് നിങ്ങളുടെ ബോഡിയിൽ നടക്കുന്നത് എന്തുകൊണ്ടാണ്, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ മുൻപായിട്ട് ഞാൻ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ത്രൂ ഔട്ട് അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട് എന്നുള്ളതും പറയാം. അതായത് സ്ത്രീകൾ അതായത് നമ്മൾ കുട്ടികളായിരിക്കുന്ന ടൈമിൽ ഒരു മെൻസസ് ഒന്നും ഇല്ലാത്തൊരു ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 11-12 വയസ്സ് വരെയാണ് മാക്സിമം പോയാൽ. ഇന്നൊക്കെ പലപ്പോഴും അതിൻ്റെ മുൻപുണ്ട് എന്നുണ്ടെങ്കിലും ഏകദേശം ഒരു ആവറേജ് ടൈമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഉള്ള ഹോർമോണൽ ഇംബാലൻസ് ഒന്നും നിങ്ങളുടെ ബോഡിയിൽ നടക്കുന്നില്ല. അതായത് വളരെ നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഏകദേശം ഒരു 12 വയസ്സൊക്കെ ആവുമ്പോൾ ശരീരത്തിൽ പല രീതിയിലുള്ള ഹോർമോണൽ ഇംബാലൻസും ഹോർമോണൽ ക്രമീകരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ശരീരത്തിൽ മെൻസസ് ആവുന്നുണ്ട്, ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളാവുന്ന ടൈം, അതായത് ഒരു 20 വയസ്സ് 25 വയസ്സൊക്കെ ആവുമ്പോൾ പിന്നീട് പ്രസവമായി കുട്ടികളായി. ഈ സമയത്തും കുറേ രീതിയിലുള്ള ഹോർമോണൽ റെഗുലേഷനിലൂടെയും ഇംബാലൻസിലൂടെയും നിങ്ങളുടെ ബോഡി കടന്നു പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 40-45 വയസ്സാവും. അതായത് ഞാനിപ്പോൾ പറഞ്ഞ സമയം, അതായത് നിങ്ങൾക്ക് ചില രീതിയിലുള്ള ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ബുദ്ധിമുട്ടുകൾ തുടങ്ങും. ഈ ഒരു സമയത്താണ് നിങ്ങളുടെ ഓവറി ഈസ്ട്രജൻ ഹോർമോണും പ്രൊജസ്റ്ററോൺ ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നത് കുറയുന്നത്. ഈ സമയം അത് പതുക്കെ കുറഞ്ഞു തുടങ്ങുന്നൊരവസ്ഥയാണ്. അതായത് ആദ്യം നിങ്ങളുടെ ശരീരത്തിൽ ഇതിനൊരു റെഗുലേഷൻ ഉണ്ട്, അതായത് ഈസ്ട്രജൻ ഹോർമോൺ ഉണ്ടാവുന്നതിനും പ്രൊജസ്റ്ററോൺ ഹോർമോൺ ഉണ്ടാവുന്നതിനും ഒരു റെഗുലേഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു സമയം എത്തുമ്പോൾ അതുണ്ടാവില്ല, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ തുടങ്ങും. ഇന്ന് ഏകദേശം ഒരു 45 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പലർക്കും മെൻസസ് കംപ്ലീറ്റ്ലി നിൽക്കുന്നൊരവസ്ഥ. അപ്പോൾ അതായത് ഒരു 12 മാസം കണ്ടിന്യൂസ് ആയിട്ട് വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ, അതായത് സ്കാനിങ്ങിലൊന്നും നിങ്ങൾക്ക് PCOD വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 12 മാസം മെൻസസ് നിൽക്കുന്നൊരവസ്ഥ. ഈ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ആർത്തവ വിരാമം എന്ന് പറയുന്നത്.
അത് കഴിഞ്ഞിട്ട് പൊതുവെ ഈ ഒരു ടൈമിലും ഇതിൻ്റെ തൊട്ട് മുൻപായിട്ടുമാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ബോഡിയിൽ ഈ സമയത്ത് സംഭവിക്കുന്നത്? അതായത് ഞാൻ പറഞ്ഞു ഒരു ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോണും പിന്നെ പ്രൊജസ്റ്ററോൺ പറഞ്ഞിട്ടുള്ള ഹോർമോണും ഓവറി അതായത് അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ ഒരു സമയം കഴിയുമ്പോൾ ഈ ഒരു ഉൽപ്പാദനം അവിടെ ഉണ്ടാവില്ല. ഈ സമയത്ത് ഓവറി പിന്നെ അണ്ഡം ഉൽപ്പാദിപ്പിക്കലും അവിടെ നിൽക്കും. ഈ സമയത്താണ് നിങ്ങൾക്ക് മെൻസസ് ഒക്കെ നിൽക്കുന്നത്. ഈ ഒരു സമയം തൊട്ട് നിങ്ങളുടെ ശരീരം ഒരുപാട് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിലുള്ള ചൂടും പുകയെടുക്കുക അങ്ങനെയുള്ളൊരവസ്ഥ. അതായത് പലരും പറയും പെട്ടെന്ന് വിയർക്കുകയാണ്, ശരീരം ഫുള്ള് ചൂടാവുകയാണ്, ശരീരത്തിനൊരു പിടിച്ചാൽ കിട്ടുന്നില്ല. അതായത് ഫാനിട്ടിരുന്നാലും ചൂടും പുക എടുക്കുകയാണ്, പുറത്ത് മഴ പെയ്യുകയാണെങ്കിലും ചൂടും പുക എടുക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ അവർക്ക് തണുപ്പുണ്ടെന്ന് പറയുമ്പോഴും നമുക്ക് എന്തോ തണുപ്പ് ഇല്ലാത്തൊരവസ്ഥ, രാത്രി കിടക്കുമ്പോഴൊക്കെ ഉറക്കം കിട്ടാത്തൊരവസ്ഥ, ഈ രീതിയിൽ പറയാറുണ്ട്. പിന്നെ വേറൊന്നാണ് ഉറക്കക്കുറവ്. അതായത് പലരും പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഒന്ന് കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ഉറങ്ങും, പിന്നീട് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീക്കും. ഈ ഒരു അവസ്ഥ. പിന്നീട് ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിലേക്ക് വരിക. നമുക്ക് എന്താണോ നമ്മുടെ പ്രയാസങ്ങളുള്ളത് ഇത് മാത്രം, ചിലപ്പോൾ മാനസികമായിട്ടുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ളതായിക്കോട്ടെ, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ മാത്രം നമുക്ക് വരാം. അതേപോലെ തന്നെ ചിലരുണ്ട് ഉറങ്ങും, ഉറങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എണീക്കും. അതായത് അവർ ഉറക്കം ഒരു കംപ്ലീറ്റ് അല്ലാത്തൊരവസ്ഥ. അപ്പോൾ രാത്രി ഒരു 10 മണിക്ക് അവർ കിടന്നാൽ പോലും ഒരു 12 മണിക്കൊന്ന് എണീക്കും, 1 മണിക്കൊന്ന് എണീക്കും, ഈ രീതിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നൊരവസ്ഥ. പിന്നെ വേറൊന്നാണ്, ചിലർക്ക് കിടന്നു കഴിഞ്ഞാൽ ഒരു 1 മണിയൊക്കെ ആകുമ്പോഴേ ഉള്ളൂ അവർക്ക് ഉറക്കം കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5 മണി 6 മണിയാകുമ്പോൾ എണീക്കാനുമായി. അപ്പോൾ പിന്നെ അവർ ഉറക്കം കംപ്ലീറ്റ് അല്ല. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കണ്ണിന് പിന്നെ ഒരു ക്ഷീണം, തലയ്ക്കൊരു മന്ദത, മൊത്തത്തിലൊരു ക്ഷീണമുള്ളൊരവസ്ഥ. പിന്നെ ആ ഒരു ദിവസം അവർക്ക് മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങാൻ തോന്നുക, അല്ലാതെ വെറുതെ ഇരിക്കുക പുറക്കം തൂങ്ങുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെ വേറൊന്നുള്ളതാണ് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അതായത് ആവശ്യമില്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമില്ലാതെ ദേഷ്യം വരിക, കുട്ടികളോടായിക്കോട്ടെ ഭർത്താക്കന്മാരോട് ആയിക്കോട്ടെ, വെറുതെ ദേഷ്യം വരിക. എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ഇത് ദേഷ്യപ്പെട്ടത് തോന്നും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ. അതേപോലെ തന്നെ പെട്ടെന്ന് സങ്കടം വരിക, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് സങ്കടം വരിക, കരച്ചിൽ വരിക, ചിലപ്പോൾ പെട്ടെന്ന് കണ്ണിൽ വെള്ളം വരിക. നമ്മുടെ ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ വരെ നമുക്ക് കരച്ചിൽ വരിക, ഇങ്ങനത്തെ ഒരവസ്ഥ. പിന്നെ ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള മറവി. അതായത് പണ്ടൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇപ്പം മറവിയൊരു സാധനം എവിടെയെങ്കിലും വെച്ചാൽ അത് ഓർമ്മയില്ലാണ്ട് ആവുന്ന അവസ്ഥ. ഈ പറഞ്ഞ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ട്, ഇതൊക്കെ ആരോടെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ, അതായത് വേറെയുള്ളവർക്ക് ഇത് മനസ്സിലാവില്ല നിങ്ങൾ പറയുമ്പോൾ. നീ പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെന്ന് പറയാറുണ്ട് പലരും. എന്താ ഇപ്പം പിടിച്ച് നിനക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം എന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ആരോടും ഇത് പറയാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ അതേപോലെ തന്നെ വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാവിലെ എണീറ്റ് സാധാരണ നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു എല്ലാവരും എണീക്കുന്നു, ഓടിച്ചാടി അടുക്കളയ്ക്ക് പോകുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ പറ്റുന്നില്ല. അതായത് ശരീരത്തിന് ഭയങ്കര വേദന, എല്ലാ ജോയിൻസിനും വേദന, ജോയിൻസിനൊരു സ്റ്റിഫ്നെസ്, ഒന്ന് മടക്കാനും നിർത്താനൊക്കെ ഭയങ്കര പ്രയാസം. പിന്നെ അതുപോലെ മസിൽ പെയിന്, ഇങ്ങനെ. അതായത് പൊതുവേ നമ്മൾ ചെയ്തിരുന്ന മുറ്റടിക്കലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലുള്ള പൊതുവേ നിന്നിട്ടുള്ള കാര്യങ്ങളോ അടിച്ചു വാരലോ ക്ലീനിങ്ങോ ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും ചെയ്യുമ്പോൾ ഭയങ്കര ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. പണ്ടത്തെ അത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് അടുക്കളയിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥ. ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വരുന്നു. പിന്നെ വേറൊന്നാണ് ഇങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോഴുള്ള മുട്ടുവേദന, ഇരിക്കുമ്പോൾ കാലം അടക്കിയിരിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ. പിന്നെ അടുത്തതായിട്ടാണ് സെക്ഷുവലി ഉള്ള ഇൻട്രസ്റ്റ് കുറയുക. അതായത് ലൈംഗികതയിൽ തീരെ താല്പര്യമില്ലാത്തൊരവസ്ഥ. ചില സമയങ്ങളിൽ അതിനോട് തീരെ ഇൻട്രസ്റ്റ് ഇല്ല, ചില സമയങ്ങളിൽ മാത്രം ഇൻട്രസ്റ്റ് വരുന്നു. പിന്നെ അതേപോലെ ഈ ഒരു യോനി ഭാഗത്തുള്ള വേദന, ചിലപ്പോൾ അവിടെ സാധാരണ രീതിയിൽ നിങ്ങളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവ് പൊതുവേ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു റീപ്രൊഡക്റ്റീവ് ഏജിൽ നിങ്ങൾക്ക് യോനി ഭാഗത്ത് പൊതുവേ ആ ഒരു ലൂബ്രിക്കേഷൻ ഉണ്ടാവും. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു നനവോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുക, ചിലപ്പോൾ ചൊറിച്ചിൽ വരാറുണ്ട്, ഇൻ്റർകോഴ്സിൻ്റെ ടൈമിൽ പെയിൻ വരാറുണ്ട്. ഇത് കാരണം നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർകോഴ്സിന് താല്പര്യം ഇല്ലാത്തൊരവസ്ഥ വരാം. പിന്നെ അതേപോലെ മൂത്രത്തിൻ്റേതായ ലക്ഷണങ്ങൾ, മൂത്രം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു എരിച്ചിൽ, പുകച്ചിൽ, മൂത്രം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വേദന, മൂത്രം ഒഴിച്ചാലും പിന്നീട് മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു തോന്നൽ, മൂത്രം മുഴുവനും ഒഴിഞ്ഞു പോവാത്തൊരവസ്ഥ, ചിരിക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ മൂത്രം ചിലപ്പോൾ ലീക്കായി പോകുന്ന പോലുള്ളൊരു തോന്നൽ, ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ അതേപോലെ സ്കിന്നിലുള്ള
ഡ്രൈനെസ്, ഒന്നിങ്ങനെ സ്കിന്ന് നോക്കുമ്പോൾ ഒന്നിങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞൊരു വൈറ്റ് പൊടി പോലെ ഇങ്ങനെ വരുന്നു. ഇത് പൊതുവെ വെള്ളം കൂടിയൊക്കെ കുറഞ്ഞാൽ പൊതുവെ വരാറുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ളവർ ഒരു 45 വയസ്സ് കഴിഞ്ഞവരിൽ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ വരുന്നു. സ്കിന്ന് ഭയങ്കര ചുളിങ്ങിരിക്കുന്ന ഒരവസ്ഥ, എപ്പോഴും നമ്മുടെ സ്കിന്ന് വരണ്ടിരിക്കുന്നു. അതേപോലെ നമുക്ക് മുടി കൊഴിച്ചിൽ വരുന്നു, മുടി ഭയങ്കര തിന്നാവുന്നു, മുടിയുടെ ഒരു സ്ട്രാൻഡ് എടുത്താൽ പോലും ആ സ്ട്രാൻഡ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് ഉണ്ടാകും. ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ഒരു ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ, ഈ 2 ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ്. അതായത് ഇത് തീരെ ശരീരത്തിൽ ഇല്ലാത്തൊരവസ്ഥ. പലരും വന്ന് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് മാത്രം ഇങ്ങനെ ചൂടും പുക എടുക്കുന്ന, കുട്ടികളോ ഭർത്താക്കന്മാരോ ഒന്നും ഇത് പറയുന്നില്ലല്ലോ, അവർ ഫാനൊക്കെ ഓഫ് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ചൂടും പുകയാണെന്ന് പറയും. പക്ഷെ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ കുറവാണ്. ഇങ്ങനെ ഈസ്ട്രജൻ്റെ കുറവ് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്കൊരു തെർമോ റെഗുലേഷൻ, അതായത് നിങ്ങൾക്ക് ആ ഒരു ചൂട് കുറഞ്ഞ ചൂടേ ഉള്ളൂ, തണുപ്പാണെന്നുണ്ടെങ്കിലും അത് അറിയാത്തൊരവസ്ഥ, നിങ്ങൾക്ക് ചൂട് എടുക്കുന്ന ആ തണുപ്പ് നിങ്ങൾക്ക് തിരിച്ചറിയാത്തൊരവസ്ഥ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ പോലും അറിയാതെ വരുന്നു. പിന്നെ വേറൊന്ന് പലരും ചോദിക്കാറുണ്ട് വന്നിട്ട്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു ഏജിൽ ക്യാൻസറിൻ്റെ സാധ്യത ഭയങ്കര കൂടുതലാണെന്ന് പറയാറുണ്ട്. അവർക്ക് അറിയുന്ന ആളുകൾക്ക് ഇങ്ങനെ കുറേ പേർക്ക് ഇങ്ങനെ ഈ ഒരു ഏജിൽ ക്യാൻസർ വരുന്നുണ്ട്, ഇതെന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും ഈ ഒരു സമയമാകുമ്പോൾ ഓവറി ഉണ്ടാക്കില്ല, ഓവറി വരില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നിങ്ങളുടെ ശരീരത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഫാറ്റ് കുറേ കുമിഞ്ഞു കൂടും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും. അതായത് വയറിൻ്റെ ഭാഗത്തായിക്കോട്ടെ, തൊടയുടെ ഭാഗത്തായിക്കോട്ടെ, അങ്ങനെ പല ഭാഗങ്ങളിലും ഫാറ്റിൻ്റെ അക്യുമുലേഷൻ ഉണ്ടാവും. ഈ ഒരു ഫാറ്റ് കുറഞ്ഞ അളവിൽ ഈസ്ട്രജൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഈസ്ട്രജൻ ഉണ്ടാക്കുമ്പോൾ പ്രൊജസ്റ്ററോൺ ഇല്ല. മുൻപ് എങ്ങനെയായിരുന്നു, ഈസ്ട്രജൻ ഉണ്ടെങ്കിൽ പ്രൊജസ്റ്ററോൺ ഉണ്ട്, അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യും. പക്ഷേ ഈ സമയത്ത് അവിടെ പ്രൊജസ്റ്ററോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഈസ്ട്രജൻ കൂടുതലാവുമ്പോൾ ഈ ഒരു ഈസ്ട്രജന് ഒരു ഗ്രോത്ത് പ്രൊമോട്ടിങ് ഒരു ടെൻഡൻസി ഉണ്ട്. അതായത് നിങ്ങളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള ഗ്രോത്തും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, അബ്നോർമൽ സെൽ ഡിവിഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്, DNA മ്യൂട്ടേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല രീതിയിലുള്ള ക്യാൻസർ ഈ ഒരു ഏജിൽ ഉണ്ടാവുന്നത്. സ്പെഷ്യലി ബ്രസ്റ്റ് ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ, പിന്നെ എൻഡോമെട്രിയൽ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ക്യാൻസർ ഈ സമയത്ത് ഉണ്ടാവാനുള്ള കാരണം ഇതാണ്. പിന്നെ വേറൊന്നാണ്, ഈ ഒരു ഏജ് ആവുമ്പോൾ കാർഡിയാക് ഡിസീസസ് കൂടാനുള്ള കുറച്ച് ചാൻസസും ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈസ്ട്രജൻ ഒരുപാട് ഇല്ലാത്ത അവസ്ഥയിലെത്തുമ്പോൾ ഇങ്ങനെ ഫാറ്റ് കൂടുതലായിട്ട് പല ഭാഗങ്ങളിലും കുമിഞ്ഞു കൂടും നിങ്ങളുടെ ശരീരത്തിൽ അമിതമായിട്ട്. ഈ ഒരു സമയത്ത് ഇങ്ങനെ പല ഭാഗങ്ങളിലും അമിതമായിട്ട് ഫാറ്റ് ഉണ്ടാവുന്ന സാഹചര്യം ചിലപ്പോൾ നിങ്ങളുടെ രക്തക്കുഴലിലും ഉണ്ടാവാം. അങ്ങനെ രക്തക്കുഴലിൽ, അതായത് ഹാർട്ടിലേക്ക് പോകുന്ന രക്തക്കുഴലിലാണ് ഇങ്ങനെയുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഇപ്പം പൊതുവെ ഞാൻ പറഞ്ഞല്ലോ, സ്കിന്നിൻ്റെ ഒക്കെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെ ഈസ്ട്രജൻ ഹോർമോൺ ഇല്ലാത്തപ്പോൾ. അപ്പോൾ ഈ ഒരു രക്തക്കുഴലിൻ്റെ ഇലാസ്റ്റിസിറ്റിയും കൂടെ അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അവിടെ ഫാറ്റ് ഇങ്ങനെ കുമിഞ്ഞു കൂടി ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാവാനും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനും കാരണമാവാറുണ്ട്. ഇതാണ് ഈ ഒരു ക്യാൻസറിൻ്റെ, ഹാർട്ട് അറ്റാക്കിൻ്റെ ഒക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ജീവിത രീതിയിലും ഫുഡിൻ്റെ കാര്യങ്ങളിലും ഒക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ പ്രതിരോധിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിൻ്റെ ചികിത്സാ രീതി എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അതായത് പലരും ചിന്തിക്കുന്നത് ഈ ഒരു 40-45 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ അനുഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ, ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ല, ഇതാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസ്, ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ, ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്കിതിനെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. പൊതുവെ ഇവിടെ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യം രോഗിയെ കൃത്യമായിട്ട് കേസ് എടുക്കും. അതായത് ഓരോ രോഗിക്കും ഓരോ രീതിയിലായിരിക്കും അവരുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതായത് ചില ആളുകൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും കൂടുതൽ. അതായത് ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ദേഷ്യമായിരിക്കും, ചിലർക്ക് എന്ത് വന്നാലും സങ്കടമായിരിക്കും വരിക, ചിലർക്ക് ഉറക്കക്കുറവായിരിക്കും കൂടുതൽ. പിന്നെ അതേപോലെ ഫിസിക്കൽ സിംറ്റംസ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ശാരീരിക പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് കൂടുതൽ ശരീരത്തിൽ ചൂടും പുക എടുക്കുന്നതായിരിക്കും, ചിലർക്ക് മൂത്രത്തിൻ്റെതായ പ്രശ്നങ്ങളായിരിക്കും, ചിലർക്ക് സെക്ഷലി ഉള്ള ബുദ്ധിമുട്ടുകളായിരിക്കും കൂടുതൽ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ
രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ്. ചിലർക്ക് ഈ 2 ലക്ഷണങ്ങളും, അതായത് മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഒരേപോലെ കാണുന്നവരുണ്ട്. അപ്പം നമ്മൾ ഓരോ വ്യക്തിയുടെയും മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാരണങ്ങളും, എല്ലാ സിംറ്റംസും, ലക്ഷണങ്ങളും കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോട് കൂടിയിട്ടാണ് ചികിത്സ നടത്തുന്നത്. അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്നുള്ള പ്രത്യേകം പൊട്ടൻസി മരുന്നുകളാണ് ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 45 വയസ്സ് കഴിഞ്ഞ് സ്ഥിരമായിട്ട് ഈ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കണം എന്നല്ല. ഒരു പ്രത്യേക കാലയളവ് മരുന്ന് കഴിച്ചിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് നിർത്തിയിട്ട് സാധാരണ ജീവിതത്തിലേക്ക്, അതായത് നമുക്കൊരു 40 വയസ്സിൻ്റെ മുൻപ് നമ്മൾ എങ്ങനെയായിരുന്നു അതേപോലെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനും നമുക്ക് സാധിക്കാറുണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഫുഡ് കൺട്രോളും ജീവിത രീതിയിലുള്ള മാറ്റങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അതായത് ഭക്ഷണത്തിൽ ധാരാളം പച്ചക്കറികളും പഴങ്ങളും, അതായത് പഴങ്ങളും പച്ചക്കറികളും എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ കിട്ടുന്ന പപ്പായ, ചക്ക, മാങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ ഓറഞ്ച്, മൊസമ്പി, ആപ്പിൾ, ഇങ്ങനെയുള്ള ഏതെങ്കിലും 2 ഫ്രൂട്ട്സ് നമ്മൾ ഒരു ദിവസം നിങ്ങളുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ധാരാളം പച്ചക്കറികൾ, അതായത് കുക്കുംബർ, ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ നമ്മുടെ വീട്ടിലുള്ള ലീഫി വെജിറ്റബിൾസ്, ഇപ്പം മുരിങ്ങയില, ചീര, ഇങ്ങനത്തെ സാധനങ്ങളാണെങ്കിലും വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള ഈ ഒരു മാറ്റങ്ങളെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ വേറൊന്നാണ് നമുക്ക് ഹോൾ ഗ്രീൻസ്, അതായത് മുഴുവനായിട്ടുള്ള ധാന്യങ്ങൾ, അതായത് നമുക്ക് തവിടുള്ള അരി, ചാമ, റാഗി, ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക. പിന്നെ അരി ഉപയോഗിക്കും നമ്മൾ ഒരു നേരം മാത്രം അരി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലീൻ പ്രോട്ടീൻസ് ആണ്. ലീൻ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പയറുവർഗ്ഗങ്ങൾ, കടലവർഗ്ഗങ്ങൾ, പിന്നെ മുട്ട, മീൻ, പിന്നെ ചിക്കൻ, ഇങ്ങനത്തെ സാധനങ്ങൾ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അത് ധാരാളം എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ്ഡ് അളവിൽ ഉൾപ്പെടുത്തുക. പിന്നെ നമുക്ക് ഫൈറ്റോ ഈസ്ട്രജൻസ് ആയിട്ട് നമുക്ക് പയറുവർഗ്ഗങ്ങൾ, പിന്നെ ഫ്ലാക്സ് സീഡ്, ഇവ നമുക്ക് ഉൾപ്പെടുത്താം. ഇതൊരു ഈസ്ട്രജൻ്റെ രീതിയിൽ ഇവ എഫക്റ്റ് ചെയ്യാറുണ്ട് നമ്മുടെ ബോഡിയിൽ. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഭക്ഷണ രീതി ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതായത് വലിയ മീനുകൾ, പിന്നെ അതേപോലെ ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, പിന്നെ ഈ മത്തൻ്റെ ഒക്കെ വിത്ത് ഉണക്കിയിട്ട് അത് കഴിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും നിങ്ങൾ ഉൾപ്പെടുത്തുക. ഇനി നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തതാണ് കഫീൻ ഒരുപാട് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, അതായത് ചായ, കാപ്പി, കോള, ഇങ്ങനത്തെ സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. പിന്നെ അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള ഷുഗറി ഡ്രിങ്ക്സ്, അതായത് ബോട്ടിൽഡ് ആയിട്ട് കിട്ടുന്ന ജ്യൂസസ്, ഇതൊക്കെ ഒഴിവാക്കുക. പഞ്ചസാരയുടെ അളവ്, പിന്നെ സ്നാക്സ് ഐറ്റംസ് ഒരുപാട് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ വേറെ ഒന്ന്, കുറേ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതായത് ഇപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ കരിച്ചതും പൊരിച്ചതുമായിട്ട് ഒരുപാട് സാധനങ്ങൾ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ അതേപോലെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് പരമാവധി ഒഴിവാക്കുക. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു ചൂടും പുക എടുക്കുന്ന അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് ഭയങ്കര നല്ലതാണ്, സിംറ്റംസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഒഴിവാക്കുക. പിന്നെ വേറെ പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ജീവിത രീതിയിലേക്ക് വരിക. അതായത് കൃത്യമായിട്ട് ഉറങ്ങുക, അതായത് ഒരു 6 മുതൽ 8 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുക. അതും രാത്രി തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക. ഉച്ചയുറക്കം പരമാവധി ഒഴിവാക്കുക. രാവിലെ ഒരു 1/4 മണിക്കൂർ എന്തെങ്കിലും ഒരു വ്യായാമം, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ, നടക്കലാണോ, ഓടലാണോ, സ്വിമ്മിങ് ആണോ, ഏതാണ് നിങ്ങൾക്ക് ഓക്കെ ആവുന്നത് ആ രീതിയിലുള്ള വ്യായാമം നിങ്ങൾ ചെയ്യുക. പിന്നെ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക, അതായത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ഒരു കൃത്യസമയത്ത് കഴിക്കുകയും രാത്രിക്കത്തെ ഭക്ഷണം 7:30യുടെ ഉള്ളിൽ കഴിക്കാനും, രാത്രി പരമാവധി വയറ് ഫുള്ളായിട്ട് ഭക്ഷണം നിറച്ച് കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് പരമാവധി നിങ്ങൾ ഫാറ്റ് കുറഞ്ഞ ദഹനം പെട്ടെന്ന് നടക്കുന്ന രീതിയിലുള്ള ഭക്ഷണം രാത്രി കഴിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഗ്യാസ് ഒരുപാട് നിങ്ങൾക്ക് ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. ഈ രീതിയിൽ നല്ല രീതിയിൽ വെള്ളം കുടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ആർത്തവ വിരാമം അടുക്കുമ്പോഴുള്ള ഈ ഒരു ബുദ്ധിമുട്ടുകളും, ഏകദേശം 40 വയസ്സ് കഴിഞ്ഞാലുള്ള ഈ ഒരു ക്ഷീണം, ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാക്കാവുന്നതാണ്. ഈ രീതിയിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ എല്ലാ രീതിയിലുള്ള ഭക്ഷണവും കഴിക്കുക. അതായത് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉണ്ടാവുക. പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, ആവശ്യത്തിന് എക്സസൈസ്. ഈ രീതിയിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിത രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 40-45 വയസ്സ് കഴിഞ്ഞ് വരുന്ന നിങ്ങളുടെ ഈ പ്രയാസങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ആർത്തവ വിരാമം, ആർത്തവ ക്രമക്കേടുകൾ, പിന്നെ
ശരീരത്തിലുള്ള ഈ വേദന, ലൈംഗികതയുള്ള താല്പര്യക്കുറവ്, ഇങ്ങനെയുള്ള പല ക്ഷീണം, ഇങ്ങനെയുള്ള ഉന്മേഷക്കുറവ്, മാനസിക പ്രശ്നം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സംശയങ്ങൾക്ക് ചികിത്സയ്ക്കൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ടിനു എസ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.